പരാതികളിലും അപേക്ഷകളിലും ഇനി മന്ത്രിമാരെ ബഹുമാനപ്പെട്ട എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് സർക്കാരിൻ്റെ സർക്കുലർ. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൻ്റെതാണ് ഈ നിർദ്ദേശം. സർക്കാർ വകുപ്പുകൾക്കും ജില്ലാ കളക്ടേഴ്സിനും ഓഫീസ് മേധാവികൾക്കും ഈ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. MJ പ്രതീഷ് തിരുവനന്തപുരത്ത് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തന്നെ ഓണറബിൾ മിനിസ്റ്റർ എന്നാണല്ലോ പ്രയോഗിക്കുന്നത്, ബഹുമാനപ്പെട്ട. ഇപ്പോൾ ഈ ബഹുമാനം കുറിച്ച് കടുപ്പിക്കാൻ എന്താണ് കാരണം? SKN ബഹുമാനം ചോദിച്ചു വാങ്ങുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും നൽകുന്ന നിവേദനങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ നിന്ന് നൽകുന്ന മറുപടികളിലാണ് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ബഹു ചേർത്ത് അഭിസംബോധന ചെയ്യണമെന്ന ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് പുറത്തിറക്കിയത്. ഈ സർക്കുലർ പ്രകാരമാണ് സർക്കാർ ഓഫീസുകളിൽ പരാതികൾക്കും അപേക്ഷകൾക്കും മറുപടി നൽകുമ്പോൾ മന്ത്രിമാരെ ഇനി ബഹു എന്ന് അഭിസംബോധന ചെയ്യണമെന്ന നിർദ്ദേശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം മന്ത്രിമാർക്ക് ലഭിക്കുന്ന പരാതികൾക്കും അപേക്ഷകൾക്കും ഇത്തരത്തിൽ വേണം ഈ മറുപടി നൽകാൻ. സർക്കാർ വകുപ്പുകൾക്കും ജില്ലാ കളക്ടർമാർക്കും മറ്റ് ഓഫീസ് മേധാവികൾക്കും ഈ സർക്കുലർ കൈമാറിയിട്ടുണ്ട്. ഈ ഭരണഘടനാ പദവികളിലുള്ളവരെ അഭിസംബോധന ചെയ്യേണ്ടതില്ല എന്നുള്ള അത്തരത്തിലൊരു മാറ്റത്തിലേക്ക് പോകുന്ന കാലത്താണ് ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഉയരുന്ന ആക്ഷേപം. സൈനിക പദവിയിലുള്ളവരെയും അക്കാദമിക് പദവിയിലുള്ളവരെയും മാത്രം അത്തരത്തിലൊരു അഭിസംബോധന ചെയ്താൽ മതി എന്നതാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ പ്രതികരിക്കുന്നത്. പക്ഷേ അപ്പോഴും സർക്കാർ തന്നെ ഇത്തരത്തിൽ ബഹുമാനം ചോദിച്ചു വാങ്ങുന്നു എന്നുള്ളൊരു ആക്ഷേപവും സർക്കുലറിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.